എൻ്റെ വ്യക്തിപരമായ ചില നിരീക്ഷണങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് മാത്രം. പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും മുഖ്യധാരാ പത്രങ്ങളിലും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ആ ഒരു വാദത്തോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നതും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ പഠിക്കാൻ. യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് ആയിരത്തോളം യൂണിവേഴ്സിറ്റികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് 30 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. കേരളത്തിൽ യൂണിവേഴ്സിറ്റി പദവിയുള്ള സ്ഥാപനങ്ങൾ ഏതാണ്ട് 15ഓളം കാണും. ചിലത് ഡീംഡ് ടു ബി സ്വഭാവമുള്ള സർവകലാശാലകളാണ്. നമുക്ക് പലർക്കും വേണ്ടത്ര ധാരണയില്ലാത്ത മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും കേരളത്തിലുണ്ട്. അത് മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റികൾ എന്ന പേരിലാണ് അവയെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വകാര്യ മേഖല സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരാത്ത ഒരു സംസ്ഥാനമല്ല കേരളം. 1000ഓളം യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 15+3 അല്ലെങ്കിൽ 4 18ഓളം യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ചാൽ ഒരു 1.8% സർവകലാശാലകളെ കേരളത്തിലുള്ളൂ എന്നർത്ഥം. ഈ സർവകലാശാലകളിൽ കേരളം അതിൻ്റെ ഒരു പൊസിഷൻ വിലയിരുത്തുമ്പോൾ NIRF എന്ന പേരിലുള്ള ദേശീയ തലത്തിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പോൾ അത് MHRD മിനിസ്ട്രി, ഇപ്പോൾ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കണക്കുകൾ അനുസരിച്ച്, അതിൻ്റെ റാങ്കിങ് അനുസരിച്ച്, കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് അനുസരിച്ച് കേരളത്തിൽ 4 സർവകലാശാലകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ പെടുന്നു. അത് വളരെ മെച്ചപ്പെട്ടൊരു അനുപാതം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം 18-19 മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അതൊരു ഭേദപ്പെട്ട കണക്കാണ് താനും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയുടെ മറ്റൊരളവുകോൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന കോളേജുകളുടെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളുടെ പട്ടിക എടുക്കുമ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ 17, മുൻ വർഷങ്ങളിൽ 19ഉം 20ഉം കോളേജുകൾ കേരളത്തിൽ നിന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ്. ഏറ്റവും കൂടുതൽ മികച്ച കോളേജുകളുള്ള 2 സംസ്ഥാനങ്ങൾ, അതിലൊന്ന് കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള തമിഴ്നാടാണ്. ഏതാണ്ട് 30ഓളം കോളേജുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളുടെ കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് 30ഓളം, ഏകദേശ കണക്കാണ്. 30 എന്നുള്ളത് ചിലപ്പോൾ 31 അല്ലെങ്കിൽ 29 ഒക്കെ ആയേക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ 3 സംസ്ഥാനങ്ങളും മാത്രം കൂട്ടിച്ചേർത്താൽ ഏതാണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പട്ടികയാണ് പറയുന്നത്, 100 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഏതാണ്ട് 80ഓളമായി. ബാക്കി വരുന്ന ഏതാണ്ട് 25 സംസ്ഥാനങ്ങളും കൂടെ ഉള്ളത് ഈ ആദ്യത്തെ 100 കോളേജുകളിൽ, മികച്ച 100 കോളേജുകളിൽ വെറും 20 കലാലയങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 കോളേജുകളെ നിങ്ങളൊരു ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതിൽ 80 കലാലയങ്ങളും ഈ 3 സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഏതവസ്ഥയിലാണ് എന്നതിൻ്റെ ഒരു നേർചിത്രം ഈ ഒറ്റ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതേസമയം മറ്റു മേഖലകളിൽ, ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഫാർമസി, നിയമം പോലുള്ള മേഖലകളിൽ നമുക്ക് ഈ മേൽക്കൈ അവകാശപ്പെടാനില്ല താനും. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം മികച്ചതാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഒരുപാട് നിയമ കോളേജുകളുണ്ട്. സർക്കാർ തലത്തിലാണ് അവയിൽ മിക്കവാറും പ്രവർത്തിക്കുന്നത്. ഈയിടെയായിട്ട് നിരവധി സ്വകാര്യ നിയമ കോളേജുകൾ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 ലോ കോളേജുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ളത് ആകെ ഒരേ ഒരു സ്ഥാപനം മാത്രമാണ്, നുയാൽസ്, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന നുയാൽസ്. ഏറ്റവും മികച്ച ഫാർമസി കോളേജുകളുടെ പട്ടിക എടുത്തു നോക്കിയാൽ കേരളത്തിൽ നിന്ന് ഒന്നേ ഉള്ളൂ. അത് പെരിന്തൽമണ്ണയിലുള്ള അൽഷിഫ എന്ന ഒരു സ്വകാര്യ ഫാർമസി കോളേജാണ്. മെഡിക്കൽ കോളേജുകളുടെ കഥയെടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ആകെ ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അത് ഭേദപ്പെട്ട പൊസിഷനിലാണ്, ശ്രീചിത്രയാണ്, 9ാമത്തെ റാങ്കിലാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കാര്യമെടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ പട്ടികയിൽ ഏറ്റവും മികച്ച 100 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, ഒന്ന് IIT പാലക്കാട്, മറ്റൊന്ന് NIT കാലിക്കറ്റ്,
വേറൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, മറ്റൊന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. 4 സ്ഥാപനങ്ങളേ ഉള്ളൂ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ ഗുണമേന്മയെ സംബന്ധിച്ച് പരിഗണിക്കുമ്പോൾ നമ്മൾ കേരളം മെച്ചപ്പെട്ട പൊസിഷനിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, മറ്റ് മേഖലകൾ, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ വളരെ പുറകിലാണ്. എന്തുകൊണ്ട് ഈ പിന്നോക്കാവസ്ഥ ഉണ്ടായി എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. പൊളിറ്റിക്സും ബ്യൂറോക്രസിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 2016 ജനുവരി മാസം 29 അന്ന് കേരളത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു ദിവസമായിരുന്നു. ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ സോളാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു ആരോപണം ഉന്നയിക്കുകയും തൃശ്ശൂർ വിജിലൻസ് കോടതി ഒരു അന്വേഷണം പുറപ്പെടുവിക്കുകയും ചെയ്തത് അതിൻ്റെ തലേന്നായിരുന്നു. പക്ഷേ അന്ന് രാവിലെ ഈ പറഞ്ഞ ദിവസം കോവളത്തുള്ള ലീല ഹോട്ടലിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ പങ്കെടുക്കുന്ന ഒരു ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ദിവസം. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസൻ എന്ന നയതന്ത്ര പ്രതിനിധിയെയും പങ്കെടുപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന പേര് ഞാനിവിടെ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. വിദ്യാർത്ഥി സംഘടന ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ചെന്ന ആളുകളെ ആക്രമിച്ച സംഭവം ഓർമ്മയുണ്ടാവും. മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും അല്ല, ഈ പാവം TP ശ്രീനിവാസൻ എന്ന് പറയുന്ന നയതന്ത്ര പ്രതിനിധിയെയാണ് അന്ന് ഈ ആൾക്കൂട്ടം, ഈ വിദ്യാർത്ഥി നേതൃത്വം ആക്രമിച്ചത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നാണ്. അപ്പോൾ ഒരു വളരെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുര എന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സർവകലാശാല, ICFAI എന്നാണ് സർവകലാശാലയുടെ പേര്, സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ അല്ല, ത്രിപുരയിലെ ആദ്യത്തെ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. 1990കളോടുകൂടി തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റാണെന്നും പണം നൽകി അത് വാങ്ങേണ്ടതാണെന്നും ഉള്ള ഒരു നയ സമീപനത്തിലേക്ക് ചൈന കടന്നു ചെന്നിരുന്നു. 1990കൾ വരെ, 1990കളെന്നല്ല, ഈ അടുത്ത കാലം വരെ ചൈനയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമുക്ക് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ അന്താരാഷ്ട്ര റാങ്കിങ്ങുകളിൽ ചൈന ലോകത്തെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളിൽ നിരവധി ചൈനീസ് സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷത്തെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ ചൈനയിലെ 2 യൂണിവേഴ്സിറ്റികൾ, യൂണിവേഴ്സിറ്റി ഓഫ് പെക്കിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ഷിങ്ഹുവ, പ്രസൻറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അതിൻ്റെ പൊസിഷൻ പറയാൻ കഴിയില്ല, പക്ഷേ ഏതാണ്ട് ആദ്യത്തെ 20 റാങ്കുകളിൽ ലോകത്തെ ഏറ്റവും മികച്ച 20 സർവകലാശാലകളിൽ, ഒരുപക്ഷെ ഓക്സ്ഫോർഡിനോടോ കേംബ്രിഡ്ജിനോടോ ഹവാർഡിനോടോ MIT-യോടോ സ്റ്റാൻഫോർഡിനോടോ ഒക്കെ ഇപ്പോൾ കിടപിടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, വരും വർഷങ്ങളിൽ അവരുടെ ഒപ്പമെത്താൻ കഴിയുന്ന നിലയിൽ ആദ്യത്തെ 20 യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ 2 ചൈനീസ് സർവകലാശാലകൾ ഇടം പിടിച്ചിരിക്കുന്നു. അപ്പം നയസമീപനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒരു കുതിച്ചുചാട്ടത്തിന് കഴിയുള്ളൂ. ഒരു പ്രീ ഡിഗ്രി ബോർഡിനെതിരെ നടന്ന രക്തരൂഷിതമായ ഒരു സമരകാലത്തിൻ്റെ സന്തതി കൂടെയാണ് ഞാൻ. അന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ്. അന്ന് നടന്ന സമരങ്ങൾ ഇരിക്കുന്ന പ്രേക്ഷകരിൽ മിക്കവാറും പേർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറുപ്പക്കാർ വളരെ കുറവാണ്, അപ്പോൾ നമ്മൾ മറന്നിരിക്കാനിടയില്ല. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഉന്നത വിദ്യാഭ്യാസ രംഗം അഴിച്ചു പണിയണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള നയസമീപനങ്ങൾ, ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഉണ്ടാവുന്നില്ല. ഞാൻ ഇന്ന് ഈ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ പൊസിഷൻ അത്ര പരിതാപകരം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന, സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കാണുന്ന ചർച്ച ഈ കേരളം എന്ന് പറയുന്ന ഈ നരകം വിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളെക്കുറിച്ചുള്ളതാണ്. ഇത് സത്യത്തിൽ എക്സാജറേറ്റ് ചെയ്ത ചില വാദങ്ങൾ മാത്രമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വളരെ നാമമാത്രമായ ഒരു പ്രാതിനിധ്യം മാത്രമേ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ളൂ.
കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തുപോയി പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കുട്ടികൾ പുറത്തുപോയി പഠിക്കുകയും ഇന്ത്യക്ക് പുറത്തുള്ള മികച്ച സർവകലാശാലകളിലെ സൗകര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിനോട് പൊരുത്തപ്പെടുകയും കഴിയുമെങ്കിൽ അവിടെ ഒരു മെച്ചപ്പെട്ട കരിയർ ഉണ്ടാക്കുകയും പറ്റാവുന്നവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും ഒരുപക്ഷെ ഇവിടെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്താൽ തന്നെ അതൊരു വലിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു പുതിയ പ്രവണതയൊന്നുമല്ല. അതിനെക്കുറിച്ച് വലിയ ആശങ്കയും വേണ്ട. ഏതാണ്ട് 11.5 ലക്ഷം പേരാണ് 2021 ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത്. പഠിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. 2 ലക്ഷം പേരാണ് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ചത് കഴിഞ്ഞ വർഷം എന്നുള്ളത് പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സാണ്. ഈ 11.3 തോന്നുന്നു ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയതിൽ കേരളത്തിൻ്റെ സംഭാവന വെറും 30,000-ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ആശങ്ക വേണ്ട. മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും പഞ്ചാബും ഒക്കെയാണ് ഇതിലേറ്റവും കൂടുതൽ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങളും കൂടി 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാടുവിട്ട് പോകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഈ കുടിയേറ്റം പഞ്ചാബിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പിന്നെ ആന്ധ്രയിൽ നിന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആ സംസ്ഥാനങ്ങൾ തകർന്നു എന്നെനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾ പുറത്തു പോയിട്ട് പഠിക്കട്ടെ, കുട്ടികൾ പുതിയ മേൽവിലാസങ്ങൾ കണ്ടെത്തട്ടെ, പുതിയ ചക്രവാളങ്ങൾ അവർ തിരയട്ടെ, അറിവിൻ്റെ പുതിയ മേഖലകൾ അവർ മനസ്സിലാക്കട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ വലിയ ബോധറേഷൻ നമുക്കുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ് നമ്മുടെ കലാലയങ്ങൾ നേരിടുന്ന പ്രശ്നം? നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒന്ന്, പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ. എല്ലാവരും ഈ കോളേജുകളിൽ പോയി പഠിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ ജീവിയായി ജീവിക്കാനും 12 വരെയെങ്കിലുമൊക്കെ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനുശേഷം എത്ര കലാലയ വിദ്യാർത്ഥികൾ പഠനത്തെ ഗൗരവത്തോടെ കാണുന്നു എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കലാലയങ്ങളിലൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ക്ലാസ്സുകളും മറ്റും ചെയ്യാനായിട്ട് പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ പരിമിതമായ വളരെ ചെറിയ അളവിലുള്ള ഒരു ശതമാനം കുട്ടികൾ മാത്രമേ വിദ്യാഭ്യാസത്തെ ഗൗരവത്തോടെ കാണുന്നതായി കണ്ടിട്ടുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ സീരിയസായി, ഉന്നത വിദ്യാഭ്യാസം വളരെ സീരിയസായ സ്കൂൾ വിദ്യാഭ്യാസവും ഗൗരവമേറിയത് തന്നെ. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒന്നല്ല എന്നതാണ് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് പറ്റിയ നിരവധി പിഴവുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ക്യാമ്പസുകളുടെ രാഷ്ട്രീയവൽക്കരണം, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത അധ്യാപകരും അനധ്യാപക സംഘടനകളും, എങ്ങനെ ക്ലാസ്സുകൾ ഒഴിവാക്കാം എന്നതിൽ ഗവേഷണം ചെയ്യുന്ന അധ്യാപകർ, ക്ലാസ്സുകളിൽ കയറാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ. നിങ്ങൾ പല ക്യാമ്പസുകളിലും ചെന്നാൽ മിക്കവാറും ക്ലാസ് മുറികളിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി കുട്ടികളെ ക്ലാസ്സിന് പുറത്ത് കാണും. ഈ ക്ലാസ്സിന് പുറത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള സർഗാത്മകമായ സംവാദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അതൊന്നുമല്ല സംഭവിക്കുന്നത്. പല ക്യാമ്പസുകളും അനാർക്കിസം എന്നൊരു വാക്ക് ഇത്തരമൊരു വേദിയിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവാം. പക്ഷെ എന്തായാലും വിദ്യാഭ്യാസത്തിനൊരു ലക്ഷ്യമുണ്ട്. ലെനിൻ 1917 അദ്ദേഹത്തെ കാണാൻ ചെന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞ ഉപദേശം നമ്മളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്, ഒന്നാമത്തെ ചുമതല എന്താണ് എന്ന് വിദ്യാർത്ഥികൾ ലെനിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലെനിൻ പറയുന്ന മറുപടി പഠിക്കുക എന്നുള്ളതാണ്. എങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ചുമതല എന്താ, ലെനിനോട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴും മറുപടി പഠിക്കുക എന്ന് തന്നെയായിരുന്നു. മൂന്നാമത്തെ ചുമതലയും പഠിക്കുക എന്നത് തന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രാഥമികവും ദ്വിതീയവും മൂന്നാമത്തേതുമായ ലക്ഷ്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് മാത്രം സംഭവിക്കുന്നില്ല, ബാക്കിയെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതാണ് ദൗർഭാഗ്യകരം എന്ന് പറയാവുന്നത്. അപ്പോൾ അധ്യാപനത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു പോകുന്നു, പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ നിലവാരത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. നമുക്കറിയാം, യൂണിവേഴ്സിറ്റികൾ എന്നൊക്കെ പറയുന്നത് ഡിഗ്രികൾ ഇങ്ങനെ ഡിഷ് ഔട്ട് ചെയ്യുന്ന ഫാക്ടറികളായിട്ട് മാറിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റികളുടെ സൈസ്, അതിനെക്കുറിച്ച് ഇമ്മൊബൈൽ കൊളോസസ് എന്നാണ് SC ദുബെ പറയുന്നത്.
അനങ്ങാൻ പറ്റാത്ത വലിയ കൊളോസസ്. അത് കാരണം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏതാണ്ട് 900-ഓളം കോളേജുകളുണ്ട് കേരളത്തിൽ. കറക്റ്റായിട്ടുള്ള നമ്പർ 90ഓളം ഗവൺമെൻറ് കോളേജുകളും ഒരു 180ഓളം എയ്ഡഡ് കോളേജുകളും ബാക്കി 700-ലധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും കൂടി 900-ലധികം കോളേജസ് ഉണ്ട്. ഈ 900-ലധികം കോളേജസിൽ ഭൂരിഭാഗവും അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, പിന്നെ MG യൂണിവേഴ്സിറ്റി എന്നീ 3 യൂണിവേഴ്സിറ്റികളിലാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് മാത്രമായിട്ടൊരു സർവകലാശാല നമ്മൾ ആരംഭിച്ചു, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു 100ഓളം കോളേജുകൾ, 120ഓളം കോളേജുകളെങ്കിലും ഇപ്പോൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും, കേരളത്തിലെയല്ല MHRD മിനിസ്റ്റർക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം എന്നാണിത് പൂട്ടുന്നത്, എന്നാണ് പുതിയത് തുറക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇത്രയും കോളേജുകൾ, 900-ലധികം കോളേജസിൻ്റെ മുഴുവൻ ഭാരം ഈ യൂണിവേഴ്സിറ്റികളുടെ ചുമലിലാണ്. അതുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സ് അഡ്മിഷൻ അനൗൺസ് ചെയ്യുക, അതിനുശേഷം പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്നീ 3 ധർമ്മങ്ങളിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചുരുങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റികൾ ഏറ്റെടുക്കേണ്ട അറിവ് സൃഷ്ടിക്കുക, അറിവിൻ്റെ വ്യാപനത്തിന് വേണ്ടി പരിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ സർവകലാശാലകൾക്ക് സമയമില്ലാതായി മാറിയിരിക്കുന്നു. പക്ഷെ അത് മാത്രമല്ല, രാഷ്ട്രീയവും പ്രാദേശികവും മതപരവും സാമുദായികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പലപ്പോഴും പുതിയ തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. അത് വേറൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് സംസ്കൃതത്തിന് വേണ്ടി ഒരു സർവകലാശാല നമ്മൾ ആരംഭിച്ചത്. മലയാളത്തിന് വേണ്ടിയും നമ്മളൊരു സർവകലാശാല ആരംഭിച്ചു. ഇതിൻ്റെയൊക്കെ പിൻപറ്റി അറബി വിഷയങ്ങൾക്ക് വേണ്ടി ഒരു സർവകലാശാല വേണം എന്നാവശ്യമുണ്ടായി. കന്നഡയ്ക്ക് വേണ്ടി സർവകലാശാല വേണം, തമിഴിന് വേണ്ടി സർവകലാശാല വേണം. തമിഴ്നാട്ടിലുണ്ട് അത്തരം സർവകലാശാലകളൊക്കെ. അതൊരു മെച്ചപ്പെട്ട ഒരു രീതിയായിട്ട് ഞാൻ കാണുന്നില്ല. എഞ്ചിനീയറിങ്ങിന് വേണ്ടി ഒരു സർവകലാശാല. അറിവ് എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു വിഷയമാണ് എന്നിരിക്കെ ഒറ്റ വിഷയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന മറ്റു വിഷയങ്ങളോട് പ്രതിവർത്തിക്കാൻ പറ്റാത്ത സർവകലാശാലകൾ ഉണ്ടായാൽ ആ സർവകലാശാലകൾ മുരടിച്ച സ്ഥാപന വിജ്ഞാന കേന്ദ്രങ്ങളായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കണമെങ്കിൽ ഓരോ ജില്ലയിലും ഓരോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുക തന്നെ വേണം. യൂണിവേഴ്സിറ്റിയിലെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കണം, അധ്യാപകരെ വിലയിരുത്തണം, അധ്യാപനത്തിന് യോഗ്യരല്ലാത്ത ആളുകളെ പുറന്തള്ളുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. ഒരു അധ്യാപകനെ എല്ലാ ഘട്ടങ്ങളിലും വിദ്യാർത്ഥി വിലയിരുത്തണം, ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വിലയിരുത്തണം, അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്തപ്പെടണം. പക്ഷേ ദൗർഭാഗ്യവശാൽ അധ്യാപകരിലേറെയും സംഘടനാ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് അവരുടെ സമയം പോക്കുകയാണ്. ഗൗരവത്തോടെ വിദ്യാഭ്യാസത്തെ കാണുന്ന അധ്യാപകരില്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഈ സർവകലാശാല വിവാദമൊക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വിവാദങ്ങളിൽ അഭിരമിക്കുന്ന ഒരു തലമുറയാണല്ലോ നമ്മുടേത്. മലയാളിയുടെ ഒരു സ്വഭാവം അതാണല്ലോ. പലപ്പോഴും നമ്മുടെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന പലരും വളരെ മികച്ച അക്കാദമീഷ്യൻസാണ്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർ പ്രൊഫസർ സാബു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഗവേഷകരിൽ ഒരാളാണ്. ബട്ട് അദ്ദേഹത്തെ പോലുള്ള വലിയ ആളുകളെ പോലും നമ്മൾ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ അക്കാദമിക രംഗത്ത് മികച്ച വൈദഗ്ധ്യമുള്ള ആളുകളുടെ അഭാവമല്ല നമ്മുടെ പ്രശ്നം. അങ്ങനെ ആയിരുന്നെങ്കിൽ മലയാളി ഇൻ്റലക്ച്വലി നമ്മൾ വളരെ വീക്കായിരുന്നുവെങ്കിൽ ഈ മലയാളി ഒരുപക്ഷെ എങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലും UK-യിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ചെല്ലുകയും അവിടെ സ്വന്തം മേൽവിലാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. എത്രയോ എൻജിനീയേഴ്സും ഡോക്ടേഴ്സുമാണ് ഈ വിദേശ രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നത്. അവരെ നമുക്കിവിടെ ആകർഷിക്കാനും ഇവിടെ നിലനിർത്താനും കഴിയുന്ന രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിവിടെ വിശദീകരിക്കാൻ മാത്രം വളരെ പരിമിതമായ 20 മിനിറ്റ് മതിയാവുകയില്ല. പൊതുസമൂഹത്തിൻ്റെ ബോധ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം, രാഷ്ട്രീയ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം, സ്വകാര്യ മൂലധനം കടന്നു വരണം. പക്ഷെ അതേസമയം ഈ സ്വകാര്യ മൂലധനം കടന്നു വരുമ്പോൾ ഗുണമേന്മയുടെ പ്രശ്നങ്ങൾ, ഇക്വിറ്റിയുടെ പ്രശ്നങ്ങൾ, പാർട്ടിസിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ വിഭാഗം ആളുകളുടെയും പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളെയും കൂടി അഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. വളരെ പരിമിതമായ ഈ സമയത്തിനകത്ത് ഇത്രയേ സൂചിപ്പിക്കാനാവൂ. എനിക്ക് ഈ അവസരം തന്ന
ഇതിൻ്റെ സംഘാടകരോട് സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ.